നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലേക്ക് BJPയുടെ നോട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി. കർണാടകത്തിൽ ഉണ്ടായിരുന്ന ആ ഭരണം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയോടുകൂടി തന്നെ ഏതാണ്ട് മിക്ക സീറ്റുകളും പിടിച്ചടക്കാൻ കഴിയുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഒപ്പം കേരളത്തിലും വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തമിഴ്നാട്ടിൽ ഏറെ നാളായി അണ്ണാമലയെ ഇറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് പ്രധാനമന്ത്രി 2ാം സീറ്റിൽ രംഗത്ത് വരും എന്ന് ഏറെ നാളായി പറയുന്നുമുണ്ട്. ഇപ്പോഴിതാ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം BJPയുമായി സഖ്യകക്ഷി ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട് വരുന്നുണ്ട്. ചെന്നൈയിലെ സ്വകാര്യ ഹോട്ടലിലാണ് പ്രമുഖ BJP നേതാക്കളുമായുള്ള ചർച്ച പുരോഗമിക്കുന്നത്. പനീർസെൽവം നേതൃത്വം നൽകുന്ന AIADMK വിഭാഗം BJPക്കൊപ്പം ചേരും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് നാടകീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി AIADMKയുമായി സഖ്യചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന ശരത് കുമാർ മുൻകൈയെടുത്താണ് പുതിയ നീക്കമെന്നും സൂചനയുണ്ട്. തമിഴ്നാട്ടിലെ മറ്റു പല പാർട്ടികളും BJP സഖ്യത്തിൽ ചേരാൻ തയ്യാറാണെന്ന വിവരവുമുണ്ട്. അതേസമയം പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സിനിമാ നിർമ്മാതാവ് ജാഫർ സാദിഖ് 2000 കോടി രൂപയുടെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായതോടെ DMK പ്രതിരോധത്തിലായിരിക്കുകയാണ്. മന്ത്രി ഉദയനിധി സ്റ്റാലിന് 7 ലക്ഷം രൂപ നൽകിയതായി ജാഫർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ 5 ലക്ഷം ചെന്നൈയിലെ പ്രളയകാലത്തും ശേഷിക്കുന്ന 2 ലക്ഷം പാർട്ടി ഫണ്ടായും നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. മാർച്ച് 9-നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ജാഫർ സാദിഖിനെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ ഈ വിഷയം BJP രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിലെ മുന്നേറ്റം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന ഘടകകക്ഷികളൊക്കെ തന്നെ ഇത്തരത്തിൽ BJPയുമായിട്ട് ചേരുന്നത് ദക്ഷിണേന്ത്യയിലെ മുന്നേറ്റം കുറിക്കാൻ ഇടയാകും. അതിനൊരു മുന്നൊരുക്കം തന്നെയാണ് നടത്തുന്നത് എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത്.